പ്രിയ കുട്ടികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ അണുബാധ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ഇൻസ്ട്രുമെന്റ്സും, ആർട്ടിക്കിൾസും, മെറ്റീരിയൽസ് ഇവയെല്ലാം അണുവിമുക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് പല മെത്തേഡ്സും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതികളാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ഉപയോഗിക്കുക എന്ന് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ വിശദമായി നോക്കാം. Okay, sterilization and disinfection. So we can see what is sterilization and what is disinfection. Sterilization. It is the process by which an article, surface or medium is freed of all living microorganisms either in the vegetative or spore state. Sterilization എന്നാൽ ഒരു വസ്തുവിലോ പ്രതലത്തിലോ ഉള്ള എല്ലാ തരത്തിലുള്ള രോഗാണുക്കളെയും അവയുടെ ബീജകോശത്തെയും നശിപ്പിക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ. സോ സ്റ്റെറിലൈസേഷനിൽ എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും അവയുടെ സ്പോർ സ്റ്റേജിനെയും ഒക്കെ നശിപ്പിക്കുന്നു. ഇപ്പോൾ ഈ പിക്ചർ സ്പോർ സ്റ്റേറ്റിനെ കാണിക്കുന്ന ഒരു പിക്ചറാണിത്. അപ്പോൾ ഈ സ്പോർ സ്റ്റേറ്റിനെ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള രോഗകാരികളെയും നശിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുക. Then what is disinfection? It is the destruction of all pathogenic organisms excluding bacterial spores on inanimate objects. ഒരു വസ്തുവിലോ പ്രതലത്തിലോ ഉള്ള രോഗകാരികളായ രോഗാണുക്കളെ മാത്രം നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡിസിൻഫെക്ഷൻ. ഇവിടെ സ്പോർട്സിനെ നശിപ്പിക്കുന്നില്ല. സോ ഡിസിൻഫെക്ഷനിൽ സ്പോർട്സിനെ നശിപ്പിക്കുന്നില്ല, പകരം രോഗകാരികളായ മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Next we can see different methods of sterilization. Sterilization-ന്റെ different methods എന്തൊക്കെയെന്ന് നോക്കാം. Two types of methods are there. First one physical methods and second one chemical methods. So what are the physical methods of sterilization? Sunlight, heat. Under the heat there is dry heat and moist heat, filtration and by radiation. Then next chemical methods. Under chemical methods includes alcohols, aldehydes, phenol, halogens, heavy metals, bigonite, hydrogen peroxide, surface active agents, dyes, gases such as ethylene oxide, formaldehyde and beta propiolactone. We can see one by one. First one, physical methods of sterilization. ഏതൊക്കെയാണ് സ്റ്റെറിലൈസേഷന്റെ physical methods? So first one, sunlight. The microbicidal activity of sunlight is mainly due to presence of ultraviolet rays in it. അപ്പോൾ സൺലൈറ്റ് ആണ് ഒരു മെത്തേഡുള്ള സ്റ്റെറിലൈസേഷൻ. നമുക്കറിയാം, നമ്മൾ തുണിയൊക്കെ ഉണങ്ങാനിടുന്നത് സൺലൈറ്റിലാണ്. അതിൻ്റെ അണുക്കളൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സോ സൺലൈറ്റ് വൺ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. കാരണം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. Then second method of sterilization is heat. Heat is considered to be most reliable method of sterilization of articles that can withstand heat. Moist heat is superior to dry heat in action. ചൂട് ഉൾക്കൊള്ളാൻ കഴിയുന്ന വസ്തുക്കൾക്ക് ഹീറ്റ് മെത്തേഡാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. മോയിസ്റ്റ് ഹീറ്റ് ആണ് ഡ്രൈ ഹീറ്റിനേക്കാളും കൂടുതൽ ഫലപ്രദം. രണ്ട് തരത്തിലുള്ള ഹീറ്റ് ഉണ്ട്, ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ മോയിസ്റ്റ് ഹീറ്റ് ആണ് കൂടുതൽ ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റെഡ് ഹീറ്റ്. That is, it is used to sterilize the metallic objects by holding them in flame till they are red hot. Example, bacteriological loops, straight wires, tip of forceps. അതായത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിൽ ഒന്നാമതായിട്ട് റെഡ് ഹീറ്റ് ആണുള്ളത്. അതായത് മെറ്റാലിക് ഓബ്ജക്ട്സ് ആണ് ഈ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇവയെ റെഡ് ഹോട്ട് ആകുന്നത് വരെ ഫ്ലെയിമിൽ നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇതാണ് റെഡ് ഹീറ്റ്. റെഡ് ഹീറ്റ് ആകുന്നത് വരെ നമ്മൾ, ഇതൊരു ബാക്ടീരിയോളജിക്കൽ ലൂപ്പാണ്, ഇനോക്കുലേറ്റിംഗ് ലൂപ്പാണ്. അപ്പോൾ ഇത് റെഡ് ഹോട്ട് ആകുന്നത് വരെ നമ്മൾ ഈ ഫ്ലെയിമിൽ കാണിക്കുന്നു. ദിസ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഈസ് കോൾഡ് ആസ് റെഡ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇതുവഴി നമ്മൾ ചെയ്യുന്നത് ബാക്ടീരിയോളജിക്കൽ ലൂപ്പ്, സ്ട്രെയിറ്റ് വയേഴ്സ്, ടിപ്പ് ഓഫ് ഫോസപ്സ് ഒക്കെയാണ് ഈ രീതിയിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. Next is flaming. Flaming means the article is passed over flame without allowing it to become red hot. Example, glass plates, mouth of test tube, scalpels and glass slides. അതായത്
ഫ്ലെയിമിൽ കാണിച്ച വസ്തുക്കളെ അണുവിമുക്തമാക്കുന്നു. ഇവിടെ റെഡ് ഹോട്ട് ആകുന്നത് വരെ നമ്മൾ വെക്കുന്നില്ല. റെഡ് ഹീറ്റിൽ എന്താ നമ്മൾ പറഞ്ഞത്? ആർട്ടിക്കിൾസിനെ നമ്മൾ ഫ്ലെയിമിൽ കാണിക്കുന്നു, റെഡ് ഹോട്ട് ആകുന്നത് വരെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഫ്ലെയിമിങ്ങിൽ ജസ്റ്റ് നമ്മൾ ഫ്ലെയിമിങ്ങിൽ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. അത് എക്സാമ്പിൾ ഗ്ലാസ് പ്ലേറ്റ്സ്, മൗത്ത് ഓഫ് ടെസ്റ്റ് ട്യൂബ്, സ്കാൽപ്പൽസ്, ഗ്ലാസ് സ്ലൈഡ്സ് ഒക്കെയാണ് അങ്ങനെ ഫ്ലെയിമിങ്ങിൽ കാണിച്ച് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇനി തേർഡ് വൺ, ഹോട്ട് എയർ ഓവൻ. Another method of dry heat sterilization ആണ് ഈ hot air oven എന്ന് പറഞ്ഞാൽ. That is, articles are exposed to high temperature, that is 160 degrees Celsius, for duration of 2 hours in an electrically heated oven. It is used to sterilize items which do not get damaged by high temperature, such as laboratory glass, flask, instruments with sharp cutting edges. So hot air oven എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുനശീകരണത്തിനായി വസ്തുക്കളെ 160 ഡിഗ്രി സെൽഷ്യസിൽ 2 മണിക്കൂറിൽ ഓവനിൽ വെക്കുന്നു. പ്രീ ഹീറ്റഡ് ഓവനിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് ചൂട് താങ്ങാൻ ശേഷിയുള്ള വസ്തുക്കളാണ് നമ്മൾ ഈ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതായത് ലബോറട്ടറി ഗ്ലാസ്, ഫ്ലാസ്ക്, ഇൻസ്ട്രുമെന്റ്സ് വിത്ത് ഷാർപ്പ് കട്ടിംഗ് എഡ്ജസ് ഒക്കെയാണ് ഹോട്ട് എയർ ഓവൻ. ഇതാണ് ഒരു ഹോട്ട് എയർ ഓവന് എക്സാമ്പിൾ. ദെൻ next is incineration. This is an excellent method for terminal sterilization for destroying biomedical waste. Example, soiled dressings. ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് മാലിന്യമായിട്ടുള്ള ഡ്രസ്സിങ്സ് ഒക്കെ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ ഡെസ്ട്രോയ് ചെയ്യുന്നതിന് കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ഇൻസിനറേഷൻ മെത്തേഡാണ്. അതായത് കത്തിച്ച് കളയുന്നു. അപ്പോൾ ഈ പിക്ചർ ഒരു ഇൻസിനറേറ്ററിന് എക്സാമ്പിളാണ്. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. Next, what are the methods of moist heat sterilization? Moist heat sterilization എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one, pasteurization. That is, the temperature employed is either 63 degrees Celsius for 30 minutes or 72 degrees Celsius for 15 to 20 seconds, followed by cooling quickly to 13 degree Celsius. It is now used in dairy industry. അതായത് പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നേരമോ അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 സെക്കൻഡ്സ് നേരമോ ആദ്യം നമ്മൾ അണുവിമുക്തമാക്കുന്നു. അതിനുശേഷം 13 ഡിഗ്രി സെൽഷ്യസിൽ സഡൻ ആയിട്ട് നമ്മൾ കൂൾ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വസ്തുക്കളെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിനെ പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഇത് സാധാരണ നമ്മൾ പാലുൽപ്പന്നങ്ങൾ ആ വ്യവസായ ഫാക്ടറികളിലൊക്കെയാണ് നമ്മൾ സാധാരണ പാസ്ചറൈസേഷൻ രീതി കാണുന്നത്. നമ്മുടെ പാലിലെ മിൽമ കവറിൽ വരുന്ന പാലൊക്കെ പാസ്ചറൈസ്ഡ് ചെയ്തിട്ടാണ് വരുന്നത്. Then second method of moist heat sterilization is boiling. അതായത് boiling water at 100 degrees Celsius kills most vegetative bacteria and viruses immediately. 100 degree Celsiusൽ നമ്മൾ വെള്ളം ബോയിൽ ചെയ്താൽ നമുക്ക് എല്ലാവരും അറിയാം അതിനകത്തുള്ള ബാക്ടീരിയയും വൈറസസും ഒക്കെ കില്ലാവുന്നുണ്ട് അല്ലേ. ബോയിലിംഗ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമ്മൾ ബോയിലിംഗ് രീതിയിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറില്ല സാധാരണയായിട്ട്. Third method of moist heat sterilization is autoclave. So first method is pasteurization, second method is boiling, third method is autoclave. നമ്മൾ ബോയിലിംഗിൽ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമ്മൾ ബോയിലിംഗ് ചെയ്യുന്നില്ല. സോ പകരം അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടുതൽ നമ്മൾ ഓട്ടോക്ലേവിംഗ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുക. നമുക്ക് നോക്കാം ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ സ്റ്റീം അണ്ടർ പ്രഷർ. Steam has high penetrating capacity and it destroys all microorganisms including spores. To achieve sterility, a holding time of at least 15 minutes at 121 degrees Celsius at 15 pounds per square inch pressure and humidity is required. It is the method of sterilization by steam under pressure. അതായത് നിശ്ചിത മർദ്ദത്തിലുള്ള ആവിയിലൂടെയുള്ള അണുനശീകരണമാണ് ഓട്ടോക്ലേവിംഗിൽ നടക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ബൈ സ്റ്റീം അണ്ടർ പ്രഷർ. നിശ്ചിത മർദ്ദത്തിലുള്ള ആവിയിലൂടെയുള്ള അണുനശീകരണമാണ് നമ്മൾ ഓട്ടോക്ലേവിംഗിൽ നടത്തുന്നത്. ഈ സ്റ്റീമിന് എല്ലാ സ്ഥലത്തും ആഴ്ന്നിറങ്ങാനുള്ള കഴിവുള്ളതിനാൽ രോഗാണുക്കളെയും അവയുടെ സ്പോറുകളെയും ഒക്കെ നശിപ്പിക്കുന്നു. ഇവിടെ 121 ഡിഗ്രി സെൽഷ്യസിൽ 15 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് പ്രഷറിൽ
15 മിനിറ്റ് നേരം നമ്മൾ വസ്തുക്കൾ സ്റ്റെറിലൈസേഷന് വിധേയമാക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 121 ഡിഗ്രി സെൽഷ്യസ് ആണ് ടൈം. എത്ര പ്രഷറാണ് യൂസ് ചെയ്യുന്നത്? 15 pounds per square inch പ്രഷറും 15 മിനിറ്റ്സുമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഓട്ടോക്ലേവിങ്ങിൽ വഴി അണുനശീകരണം നടത്തുന്നത്. ഇനി ഒരു ഓട്ടോക്ലേവ് പലതരത്തിലുള്ള പിക്ചേഴ്സ് നോക്കിക്കോളൂ. പ്രഷർ കുക്കർ ടൈപ്പ് ഓട്ടോക്ലേവ് ഉണ്ട്, വെർട്ടിക്കൽ ഓട്ടോക്ലേവ്, കോമൺ ലാബ് ഓട്ടോക്ലേവ്, ഹോസ്പിറ്റൽ ഓട്ടോക്ലേവ് ആൻഡ് ഹൊറിസോണ്ടൽ ഓട്ടോക്ലേവ്. ഓരോ ഓട്ടോക്ലേവിലും എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ആൻ ഓട്ടോക്ലേവ് കൺസിസ്റ്റ് ഓഫ് വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ഓർ സ്റ്റീം ജനറേറ്റിംഗ് സിസ്റ്റം. അതായത് വെള്ളം ചൂടായി വരുന്നതിനുള്ള സിസ്റ്റം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഈ വെള്ളം ചൂടായി ആവിയായി വരുന്നതിനുള്ള സിസ്റ്റം ഉണ്ട് അതിനകത്ത്. സെക്കൻഡ് ഈ സ്റ്റീം ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് വാൽവ്. ആ സ്റ്റീം പോകുന്നതിനും വരുന്നതിനുമുള്ള വാൽവ് ഉണ്ട്. സിംഗിൾ ഓർ ഡബിൾ ഡോർസ് വിത്ത് ലോക്കിംഗ് മെക്കാനിസംസ്. സിംഗിൾ ഡോർ അല്ലെങ്കിൽ ഡബിൾ ഡോർ മെക്കാനിസംസ് ആണുള്ളത്. തെർമോമീറ്റർ ഓർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഗോജ് ഉണ്ടാവും. പ്രഷർ ഗോജ് ഉണ്ടാവും, പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഒരു ഓട്ടോക്ലേവിനകത്ത് ഉള്ളത്. മെറ്റീരിയൽസ് സച്ച് ആസ് ലിനൻ, ഇൻസ്ട്രുമെന്റ്സ്, ലബോറട്ടറി വെയർ, മീഡിയ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ഇൻ ആൻ ഓട്ടോക്ലേവ്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഓട്ടോക്ലേവിലൂടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ലിനൻ മീൻസ് ബെഡ്ഷീറ്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ്, ലബോറട്ടറി വെയേഴ്സ് ആൻഡ് മീഡിയാസ്. ലാബിൽ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഐറ്റംസും മീഡിയ സൊല്യൂഷൻസും ഒക്കെ യൂസ് ചെയ്യുന്നു. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സും ഒക്കെ നമ്മൾ ഓട്ടോക്ലേവ് വഴിയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. Then next about the principle of autoclave. ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്നത്? When water boils, its vapor pressure equals that of surrounding atmosphere. അപ്പോൾ ഈ പ്രിൻസിപ്പിളിലാണ് ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുക. അതായത് when water boils, വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകുന്നു. ഈ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുക. Hence, when pressure inside a closed vessel increases, the temperature at which water boils also increases, generating steam. അതായത് ഒരു അടഞ്ഞ വെസലിനുള്ളിലെ പ്രഷർ വർദ്ധിക്കുമ്പോൾ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ആ ടെമ്പറേച്ചർ കൂടുകയും അതോടൊപ്പം തന്നെ സ്റ്റീം രൂപപ്പെടുകയും ചെയ്യുന്നു. When steam comes into contact with cooler surface, it condenses and transmits its latent heat to that surface. ഈ സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാനുള്ള വസ്തുക്കളിൽ തട്ടി ജലകണികകളായിട്ട് രൂപപ്പെടുന്നു. ഈ ജലകണികകളായിട്ട് രൂപപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ലേറ്റൻറ്റ് ഹീറ്റ് ടു ദാറ്റ് സർഫസ്. കണ്ടൻസ് ചെയ്യുമ്പോൾ ലേറ്റൻറ്റ് ഹീറ്റും ഈ ആർട്ടിക്കിൾസിലേക്ക് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് കണ്ടൻസ്ഡ് വാട്ടർ എൻഷ്യൂർസ് മോയിസ്റ്റ് ഹീറ്റ് ഫോർ കില്ലിംഗ് ദ മൈക്രോബ്സ് പ്രസൻറ്റ് ഓൺ ദ മെറ്റീരിയൽ. സോ സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോൾ പുറപ്പെടുന്ന അല്ലെങ്കിൽ വമിക്കുന്ന ലേറ്റൻറ്റ് ഹീറ്റ് വഴിയാണ് ഈ ആർട്ടിക്കിൾസിലെ മൈക്രോബിയൽ ഓർഗാനിസത്തിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുക. അതായത് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നു. ഈ സ്റ്റീം ജനറേറ്റ് ചെയ്ത് സ്റ്റീം ആർട്ടിക്കിൾസിൻ്റെ സർഫസിലേക്ക് വന്ന് തട്ടി കണ്ടൻസ്ഡ് ആവുന്നു. ഈ കണ്ടൻസ്ഡ് വാട്ടറിനോടൊപ്പം തന്നെ ലേറ്റൻറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ലേറ്റൻറ്റ് ഹീറ്റ് ഈ ആർട്ടിക്കിൾസ്, അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ട്രേയിൽ അല്ലെങ്കിൽ ഒരു ചേംബറിൽ വെച്ചിരിക്കുന്ന ആർട്ടിക്കിൾസിൻ്റെ മേൽ വന്ന് തട്ടുകയും അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതിയാണ് നമ്മൾ ഓട്ടോക്ലേവിൽ പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോക്ലേവ്. നെക്സ്റ്റ്, another method of sterilization is filtration. So far we have discussed about two types of sterilization. That is, first one sunlight പറഞ്ഞു, second one heat. അതായത് അതിൽ dry heat methodsum moist heat methodsum discuss ചെയ്തു. Next, third method of sterilization is filtration. It is a method used to remove bacteria from heat-labile liquids such as serum, antibiotic solutions, sugar solutions, urea solutions, etc. Different types of filters are candle filter, membrane filter, asbestos filter, and sintered glass filter. ചൂട് താങ്ങാൻ ശേഷിയില്ലാത്ത ലിക്വിഡ്സ് ആയ സീറം, ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ്, ഷുഗർ സൊല്യൂഷൻസ്, യൂറിയ സൊല്യൂഷൻസ് എന്നിവയൊക്കെ ഫിൽട്രേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. കാൻഡിൽ ഫിൽറ്റർ ഉണ്ട്, മെംബ്രെയിൻ ഫിൽറ്റർ, ആസ്ബെസ്റ്റോസ് ഫിൽറ്റർ, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ. അപ്പോൾ ഇതൊരു കാൻഡിൽ ഫിൽറ്ററിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ സീറം, ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, യൂറിയ സൊല്യൂഷൻസ് ഒക്കെയാണ് ഫിൽട്രേഷൻ മെത്തേഡിലൂടെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുക.
Next, fourth method is radiation. Radiation used for sterilization is of two types. രണ്ട് തരത്തിലുള്ള റേഡിയേഷൻ നമ്മൾ സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്നുണ്ട്. അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും. അയണൈസിങ് റേസ് ആർ ഹൈ എനർജി റേസ് വിത്ത് ഗുഡ് പെനിട്രേറ്റീവ് പവർ. എക്സാമ്പിൾ ഗാമ റേസ് ആൻഡ് എക്സ്-റേസ്. അതായത് അയണൈസിങ് റേസിന് കൂടുതൽ എനർജിയും തുളച്ചു കയറുന്നതിനുള്ള ശക്തിയും കൂടുതലാണ്. എക്സാമ്പിൾ ഗാമ റേസും എക്സ്-റേസും ആണ്. ഗാമ റേസ് ആർ യൂസ് ടു സ്റ്റെറിലൈസ് പ്ലാസ്റ്റിക് സിറിഞ്ചസ് ആൻഡ് കത്തീറ്റേഴ്സ്. പ്ലാസ്റ്റിക്സ്, സിറിഞ്ചസ്, കത്തീറ്റേഴ്സ് ഇവയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിലൂടെയാണ്. ഗാമ റേസ് ഉപയോഗിച്ചിട്ടാണ്. നോൺ അയണൈസിങ് റേസ് ആർ ലോ എനർജി റേസ് വിത്ത് പുവർ പെനിട്രേറ്റിംഗ് പവർ. അതായത് താരതമ്യേന ശക്തി കുറഞ്ഞതും പെനിട്രേറ്റിംഗ് പവർ കുറഞ്ഞതുമായിട്ടുള്ളതാണ് നോൺ അയണൈസിങ് റേസ്. എക്സാമ്പിൾ അൾട്രാ വയലറ്റ് റേസ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. Ultraviolet rays are used for air purification and water purification. Ultraviolet rays എയറും വാട്ടറും പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇൻഫ്രാറെഡ് റേസ് ആർ യൂസ്ഡ് ഫോർ എയർ പ്യൂരിഫിക്കേഷൻ. എയർ പ്യൂരിഫൈ ചെയ്യുന്നതിന് നമ്മൾ ഇൻഫ്രാറെഡ് റേസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുക. So this is the radiation method of sterilization. So these are the physical methods of sterilization. So physical methods of sterilization la first one sunlight പറഞ്ഞു, heat ആണ്. ഹീറ്റിൽ dry heat ഉം moist heat ഉം ഉണ്ട്. Third one filtration and fourth one radiation. Next about the chemical methods of disinfection. ഇനി chemical methods എന്തൊക്കെയാണെന്ന് നോക്കാം. First one alcohol. Example ethyl alcohol, isopropyl alcohol, methyl alcohol. 70% ethyl alcohol അതായത് spirit is used as antiseptic on skin. നമ്മുടെ സ്കിന്നിലെ അണുക്കളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ 70% ethyl alcohol ആയ സ്പിരിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് സ്പിരിറ്റ് വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ആ ഏരിയ ഡിസിൻഫെക്ഷൻ ചെയ്യും അണുവിമുക്തമാകുന്നതിന് വേണ്ടിയിട്ട്. സോ ആൽക്കഹോൾ നമ്മൾ ഒരു കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ആണ്. ഇനി ആൽഡിഹൈഡ്. എക്സാമ്പിൾ ഫോമാൽഡിഹൈഡ് ആൻഡ് glutaraldehyde. 40% of formaldehyde, example that is formalin, is used for surface disinfection and fumigation of operation theatres, biological safety cabinets and wards. Wardsum operation theatres ഒക്കെ നമ്മൾ fumigation ഉപയോഗിക്കുന്നത് 40% formaldehyde ആയ formalin ഉപയോഗിച്ചിട്ടാണ്. സോ അതും ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ വരുന്നതും വൺ ടൈപ്പ് ഓഫ് കെമിക്കൽ മെത്തേഡ്സ് ആണ്. Third one is phenol. Example 5% phenol, cresol, lysol, chlorhexidine, dettol. അപ്പോൾ ഫിനോൾ ഗ്രൂപ്പിൽ വരുന്നതാണ് ഇവയൊക്കെ. ഇത് നമ്മൾ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഹാലജൻ ഗ്രൂപ്പിൽ വരുന്നത് ക്ലോറിൻ കോമ്പൗണ്ട്സ്, ക്ലോറിൻ, ബ്ലീച്ച്, hypochlorite and iodine compounds. Then fifth one is heavy metals such as mercury chloride, silver nitrate and copper sulfate. Then another chemicals used are biguanide. Example chlorhexidine. It is used for surgical scrubbing, neonatal bath, mouthwash and general skin antiseptic. അതായത് ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഓപ്പറേഷന് മുൻപ് ക്ലീൻ ചെയ്യുന്നതിനുണ്ട്, ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഏരിയ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്ലോർഹെക്സിഡിൻ യൂസ് ചെയ്യാറുണ്ട്. ജനറൽ സ്കിൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും നമ്മൾ ബൈഗണൈഡ്സിൽ വരുന്ന ക്ലോർഹെക്സിഡിൻ യൂസ് ചെയ്യുന്നു. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഓൾസോ അനദർ കെമിക്കൽ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ. ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡന്റ്. ഇറ്റ് ഡെസ്ട്രോയ്സ് വൈഡ് റേഞ്ച് ഓഫ് പാത്തജൻ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡും നമ്മൾ കീടനാശിനികളായിട്ട് അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സർഫസ് ആക്റ്റീവ് ഏജൻസ്, എക്സാമ്പിൾ സോപ്സ്, ഡിറ്റർജൻസും ഒക്കെ അനദർ മെത്തേഡ് ഓഫ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ മെത്തേഡാണ്. ഗ്യാസസ് സച്ച് ആസ് എത്തിലീൻ ഓക്സൈഡ്, ഫോമാൽഡിഹൈഡ്, ബീറ്റ പ്രൊപ്പിയോലാക്ടോണും ഒക്കെ നമ്മൾ കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നുണ്ട്. സോ ദീസ് ആർ ദ കെമിക്കൽ മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ. നെക്സ്റ്റ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ. പലതരത്തിലുള്ള ഡിസിൻഫെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കൺകറന്റ് ഡിസിൻഫെക്ഷൻ ആൻഡ് ടെർമിനൽ ഡിസിൻഫെക്ഷൻ. എപ്പോഴൊക്കെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് വൺ കൺകറന്റ് ഡിസിൻഫെക്ഷൻ. ഇറ്റ് ഈസ് എ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് പേഷ്യൻറ്റ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ. രോഗി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും ഉപകരണങ്ങളുടെയും അണുനശീകരണമാണ് കൺകറന്റ് ഡിസിൻഫെക്ഷൻ. രോഗി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ പേഷ്യൻ്റ് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് കൺകറന്റ് ഡിസിൻഫെക്ഷൻ എന്ന് പറയാം. ടെർമിനൽ ഡിസിൻഫെക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് പേഷ്യൻ്റ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ് ആഫ്റ്റർ ദ പേഷ്യൻ്റ് ഈസ് ഡിസ്ചാർജ് ഫ്രം ദ യൂണിറ്റ് ഓർ ഹോസ്പിറ്റൽ. പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം രോഗിയുടെ സമ്പർക്കത്തിൽ വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ഉപകരണത്തിൻ്റെയും അണുനശീകരണ പ്രക്രിയയാണ് ടെർമിനൽ ഡിസിൻഫെക്ഷൻ.
അപ്പോൾ ടെർമിനൽ ഡിസിൻഫെക്ഷൻ മീൻസ് രോഗി ഡിസ്ചാർജായി പോയതിന് ശേഷം രോഗി ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന ടൈപ്പ്. അതാണ് ദീസ് ആർ ദ 2 types of disinfection. നെക്സ്റ്റ് അബൌട്ട് ദ പ്രീ സ്റ്റെറിലൈസേഷൻ ക്ലീനിങ്. അതായത് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം സ്റ്റെറിലൈസേഷന് വേണ്ടി സെൻഡ് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലീനിങ് ഈസ് ദ റിമൂവൽ ഓഫ് ഫോറിൻ മെറ്റീരിയൽ ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽ ഫ്രം ഒബ്ജക്ട്സ് ആൻഡ് ഈസ് യൂഷ്വലി അക്കംപ്ലിഷ്ഡ് യൂസിങ് വാട്ടർ വിത്ത് ഡിറ്റർജൻസ് ഓർ എൻസൈമാറ്റിക് പ്രൊഡക്ട്സ്. അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള സാധനങ്ങളിൽ നിന്നും മലിനീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. സാധാരണ അത് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാറ്. Thorough cleaning is required before high-level disinfection and sterilization because inorganic and organic materials that remain on the surfaces of instruments interfere with effectiveness of this process. അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതിലെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ അത്രയ്ക്ക് ഇഫക്റ്റീവ് ആവില്ല. There are 3 methods of pre-sterilization cleaning. 3 തരത്തിലുള്ള ക്ലീനിങ് ഉണ്ട്. മാനുവൽ, അൾട്രാസോണിക് ആൻഡ് മെക്കാനിക്കൽ വാഷിംഗ്. ഏതൊക്കെയാണെന്ന് നോക്കാം. First one, manual cleaning. It is the cleaning of instruments manually using soaps and detergents with the help of brush. അതായത് സോപ്പും ഡിറ്റർജൻറ്റും ഉപയോഗിച്ച് ബ്രഷിൻ്റെ സഹായത്തോടുകൂടി ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് മാനുവൽ ക്ലീനിങ് എന്ന് പറയുക. അൾട്രാസോണിക് ക്ലീനിങ് principle: conversion of electrical energy into vibratory sound waves which pass through soap solution containing the instrument. വേറൊരു രീതിയാണ് അൾട്രാസോണിക് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഉപകരണങ്ങൾ സോപ്പ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം അതിലൂടെ സൗണ്ട് വേവ്സ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബോൺ ഫയൽസ്, ബോൺ കട്ടർ, ആർട്ടറി ഫോസപ്സ് ഒക്കെയാണ് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. ഇതാണ് അൾട്രാസോണിക് ക്ലീനർ. Then third process method is mechanical washing. High pressure jets of water with or without detergent which removes debris from instrument. മെക്കാനിക്കൽ വാഷിങ്ങിൽ ഉപകരണങ്ങളിലേക്ക് ഹൈ പ്രഷറിൽ വെള്ളം ഫോഴ്സ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ. ഇതിലേതെങ്കിലും ക്ലീനിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രീ സ്റ്റെറിലൈസേഷൻ ക്ലീനിങ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ക്ലീനിങ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഫ്ലോറ്, വാൾസ്, സീലിങ്സ് ഇവയെല്ലാം ക്ലീൻ ചെയ്യുന്ന വിധങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലീനിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് ക്ലീനിങ് വളരെ പ്രധാനമാണ്. ക്ലീനിങ് ഹെൽപ്സ് ഇൻ റിമൂവിങ് സോയിൽ ആൻഡ് അതർ ഡേർട്ട്, റെഡ്യൂസിങ് ദ മൈക്രോബിയൽ ബർഡൻ, മേക്കിംഗ് ദ സ്റ്റെറിലൈസേഷൻ മോർ ഇഫക്റ്റീവ്. ക്ലീൻ ചെയ്യുന്നതിലൂടെ അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ രോഗാണുക്കളുടെ ലോഡ് കുറയുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ സ്റ്റെറിലൈസേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ സഹായിക്കുന്നു. പലതരത്തിൽ ക്ലീനിങ് ഉണ്ട്. ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസ്ചാർജ് ക്ലീനിങ്. ഫസ്റ്റ് വൺ, ഡെയിലി ക്ലീനിങ്. This includes sweeping and mopping of floors, dusting furniture, cleaning walls, ceilings, windows, bathrooms and emptying trash cans. അതായത് ഫ്ലോർസ് ഒക്കെ സ്വീപ്പ് ചെയ്യുകയും തുടയ്ക്കുകയും ചെയ്യുക, ഫർണിച്ചേഴ്സിൻ്റെ പൊടിയൊക്കെ തുടച്ച് കളയുക, ക്ലീനിങ് വാൾസ്, സീലിങ്സ്, വിൻഡോസ്, ബാത്റൂംസ്, പിന്നെ വേസ്റ്റ് ബാക്കറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ വരും. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് ഫ്ലോർസ്, ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റിംഗ് ഹൈ സീലിങ്സ് ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പേഴ്സ്. വിൻഡോസ് ഒക്കെ വാഷ് ചെയ്യുന്നത്, സീലിങ്സ് ഒക്കെ ഡസ്റ്റ് ചെയ്യുന്നത്, ഡ്രൈപ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതൊക്കെ പീരിയോഡിക് ക്ലീനിങ് ആയിട്ടാണ് ചെയ്യുന്നത്. Discharge cleaning means this includes cleaning patient room after discharge or transfer of a patient and readying it for another patient. അത് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മൾ ആ റൂം ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ്. 3 തരത്തിലുള്ള ക്ലീനിങ് ആണുള്ളത്. ഡെയിലി ക്ലീൻ ചെയ്യും, പീരിയോഡിക് ക്ലീനിങ് വീക്ക്ലി ക്ലീൻ ചെയ്യും, ഡിസ്ചാർജ് ക്ലീനിങ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ക്ലീൻ ചെയ്യും. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലീനിങ് ഇൻ ഹോസ്പിറ്റൽ. Next, care of rubber goods. That is Macintosh, gloves, air cushion, hot water bag, ice cap, rubber catheters. ഇതുപോലെ റബ്ബർ ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് കെയർ ഓഫ് റബ്ബർ ഗുഡ്സ്. എന്തിനാണ് നമ്മൾ ഈ റബ്ബർ ഗുഡ്സ് സംരക്ഷിക്കുന്നത്? ഫസ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഒന്ന്, രോഗാണുക്കൾ
തടയുന്നതിന് വേണ്ടിയിട്ട്. ടു ക്ലീൻ ദ ആർട്ടിക്കിൾ ആൻഡ് പ്രിപ്പയർ ഇറ്റ് ഫോർ റീയൂസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഒക്കെ അല്ലെങ്കിൽ ആ റബ്ബർ ഗുഡ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനും വീണ്ടും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും വേണ്ടി. തേർഡ് വൺ ടു റിമൂവ് ദ സ്റ്റെയിൻസ്. അതിനകത്ത് എന്തെങ്കിലും സ്റ്റെയിൻസ് ഉണ്ട്, കറകൾ വീണിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു പ്രിസർവ് ദ ലൈഫ് ഓഫ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് കൂടുതൽ നാൾ ഈട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബർ ഗുഡ്സ് സംരക്ഷിക്കുന്നതിൻ്റെ പർപ്പസ് ഇതൊക്കെയാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കെയർ ഓഫ് റബ്ബർ ഗുഡ്സ്. ഫസ്റ്റ് വൺ, ക്ലീനിങ് ഓഫ് മാക്കിൻടോഷ്. എങ്ങനെയാണ് മാക്കിൻടോഷ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. Spread the Macintosh on the table or flat surface and wet with cold water. Rub the upper surface with soap and water using clean cloth. Turn the other side and repeat the same process. Wash both surfaces under running water. For disinfection, wipe both surfaces using Lysol or Dettol in 1:40. Then hang them on a horizontal cylindrical pole under shade. If both surfaces dry, powder them and store them flat or rolled. Do not fold the Macintosh. Store them in dark, cool place. Macintosh ക്ലീൻ ചെയ്യുന്ന വിധമാണ് പറയാൻ പോകുന്നത്. മാക്കിൻടോഷ് നിരപ്പായ സ്ഥലത്ത് വിരിച്ചതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. അതിനുശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇതുപോലെ തന്നെ മറുവശവും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക. ദെൻ വെള്ളം ഉപയോഗിച്ച് ഇരുവശവും വൃത്തിയാക്കുക. അണുനശീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മാക്കിൻടോഷിലുള്ള അണുനശീകരണം അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വശങ്ങളും ലൈസോൾ അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ച് ഒരു ക്ലീൻ ക്ലോത്തിൽ നമ്മൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ദെൻ ഹാങ് ദം ഓൺ എ ഹൊറിസോണ്ടൽ സിലിണ്ടറിക്കൽ പോൾ അണ്ടർ ഷെയ്ഡ്. അതായത് രണ്ട് വശവും നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് തണലത്ത് തൂക്കിയിട്ട് ഉണക്കുക. ഉണങ്ങിയതിന് ശേഷം പൗഡർ ഇരുവശത്തും ഇടുക. മാക്കിൻടോഷ് റോൾ ചെയ്തോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് വിരിച്ചോ വേണം അത് സൂക്ഷിക്കേണ്ടത്. ഒരു കാരണവശാലും മാക്കിൻടോഷ് മടക്കി വെക്കരുത്. സ്റ്റോർ ദം ഇൻ ഡാർക്ക് കൂൾ പ്ലേസസ്. അതായത് ഡാർക്കായിട്ടുള്ള കൂൾ പ്ലേസിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് മാക്കിൻടോഷ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വിധം. നെക്സ്റ്റ് അബൌട്ട് ദ ക്ലീനിങ് ഓഫ് റബ്ബർ ഗ്ലൗസ്. After removing from hands, they are washed with soap and water. First on the outside of the gloves, then invert and repeat on the inside. ഗ്ലൗസിൻ്റെ ഉപയോഗത്തിന് ശേഷം അതിൻ്റെ അകംഭാഗവും പുറം ഭാഗവും നല്ലതുപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. Rinse well with water both inside and outside. Then hang them to dry. When both sides are dry, powdered inside and outside and packed in pairs of same size, right and left gloves in pair. Then send for autoclaving for sterilization. അതായത് ഗ്ലൗസിൻ്റെ ഉപയോഗത്തിന് ശേഷം രണ്ട് വശവും അതായത് അതിൻ്റെ അകംഭാഗവും പുറം ഭാഗവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കീറിയ ഗ്ലൗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി വെക്കാം. ദെൻ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് അത് ഹാങ് ചെയ്തിടുക, അതായത് തൂക്കിയിടുക. ഉണങ്ങിയതിന് ശേഷം അകവും പുറവും പൗഡർ ഇടുക. അതായത് അതിന് പൗഡർ ഇട്ടതിന് ശേഷം പെയറാക്കുക. അതായത് റൈറ്റും ലെഫ്റ്റും ഗ്ലൗസും ഒരു പെയറാക്കി വെക്കുക. ദെൻ അതിനുശേഷം ഓട്ടോക്ലേവിനായിട്ട് ഗ്ലൗസ് സെൻഡ് ചെയ്യുക. ഇതാണ് ക്ലീനിങ് ഓഫ് റബ്ബർ ഗ്ലൗസ്. നെക്സ്റ്റ്, കെയർ ഓഫ് എയർ കുഷൻ. Clean the outside surface only with soap and water. During cleaning, it should not be filled with air, as air-filled items can crack easily by pressure. The valves of air cushion should not be immersed in water, as it makes them rusted and damage the item. After drying, inflate them with air to avoid sticking of ടു സർഫസസ്. ഇനി എയർ കുഷൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഇതാണ് എയർ കുഷൻ. എയർ കുഷൻ ഒരു വാൽവ് ഒക്കെ ഉണ്ട്. എയർ കുഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രഷർ സോർ വരാതിരിക്കാനായിട്ട് ബട്ടക്സിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനാണ് ചെയ്യുന്നത്. ഒരു കംഫർട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഈ എയർ കുഷൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്, അതായത് എയർ കുഷനിലെ എയർ ആദ്യം നമ്മൾ വാൽവിൽ ഇത് ചെയ്തിട്ട് എയർ ആദ്യം റിമൂവ് ചെയ്യുക. എയർ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്യാവുള്ളൂ. എയറോടുകൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രാക്ക് വീഴും അതിനകത്ത്.
അപ്പോൾ അതിൻ്റെ പുറം ഭാഗം മാത്രം സോപ്പും വെള്ളവും ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ വാൽവ് വെള്ളത്തിൽ മുക്കി വെക്കാതിരിക്കുക. ഇതിൻ്റെ വാൽവ് വെള്ളത്തിൽ മുങ്ങി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഉണങ്ങിയതിന് ശേഷം എയർ ഉപയോഗിച്ച് ഇൻഫ്ലേറ്റ് ചെയ്യുക. അതായത് ഇത് നമ്മൾ ആദ്യം എയർ എല്ലാം കളഞ്ഞിട്ടാണല്ലോ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം എയർ ഉപയോഗിച്ച് ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോർ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് സർഫസസും ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിനായിട്ട് എയർ ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദെൻ കെയർ ഓഫ് എയർ കുഷൻ. നെക്സ്റ്റ്, കെയർ ഓഫ് ഹോട്ട് വാട്ടർ ബോട്ടിൽ ആൻഡ് ഐസ് ക്യാപ്പ്. Wash with soap and water. Dry it by hanging the bags upside down to drain the water. Ice caps which cannot be hung are dried with a piece of cloth. When bags are completely dried, inflate them with air and store in cool place. ഇത് ഹോട്ട് വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഹോട്ട് വാട്ടർ ബോട്ടിൽ സാധാരണ നമ്മൾ പേഷ്യൻറ്റിന് ഇത് ഹോട്ട് ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സാധാരണ അബ്ഡോമിനൽ പെയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ട് വാട്ടർ ബാഗ് ആ ഏരിയയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഹോട്ട് വാട്ടർ ബാഗ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഐസ് ക്യാപ്പും. ദെൻ വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഹോട്ട് വാട്ടർ ബാഗ് ആണെങ്കിൽ അത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് തല കീഴായിട്ട് തൂക്കിയിടാം. ഐസ് ക്യാപ്സ് ആണെങ്കിൽ അങ്ങനെ തൂക്കിയിടാൻ പറ്റില്ല. അത് ഒരു വൃത്തിയുള്ള ക്ലോത്ത് വെച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കണം. ഇനി ബാഗ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം, ഉണങ്ങിയതിന് ശേഷം ഇൻഫ്ലേറ്റ് ദം വിത്ത് എയർ ആൻഡ് സ്റ്റോർ ഇൻ കൂൾ പ്ലേസസ്. ഇപ്പോൾ ഹോട്ട് വാട്ടർ ബോട്ടിലാണെങ്കിലും ഐസ് ക്യാപ്പ് ആണെങ്കിലും ഉണങ്ങിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് എയർ നിറച്ചിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇല്ലെങ്കിൽ രണ്ട് സർഫസസും സ്റ്റിക്കായി പോകും. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ എയർ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ദിസ് ഈസ് ദ കെയർ ഓഫ് ഹോട്ട് വാട്ടർ ബോട്ടിൽ ആൻഡ് ഐസ് cap. Next, care of rubber tubes, that is catheters, rectal tube and flatus tube. After use, wash them under running water. Remove organic matter if any lodged at the eye end using swab stick. Clean them with soap and warm water. Wash them under running water. Boil the tube for 5 minutes by putting them in boiled water. Dry it by hanging. When dried, powdered and store them in airtight container lengthwise. Autoclave it before next use. അതായത് ഈ റബ്ബർ ട്യൂബ്സ് ഉപയോഗത്തിന് ശേഷം റണ്ണിങ് വാട്ടറിൽ ആദ്യം കഴുകി വൃത്തിയാക്കുക. ഈ ട്യൂബിൻ്റെ ഇതാണ് ഐ എൻഡ് എന്ന് പറയുന്നത്. ഈ ഐ എൻഡിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സ്വാപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ച് ഈ ഐ എൻഡിൽ എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം സോപ്പും വാം വാട്ടറും വെച്ച് ക്ലീൻ ചെയ്യുക. റണ്ണിങ് വാട്ടറിൽ വീണ്ടും നല്ലതുപോലെ വാഷ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഈ ട്യൂബിനെ ബോയിൽ ചെയ്യാനിടുക. ബോയിൽ ചെയ്തതിന് ശേഷം അത് ഉണങ്ങുന്നതിന് വേണ്ടി തൂക്കിയിടുക. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പൗഡർ ഇട്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അടുത്ത പ്രാവശ്യം യൂസ് ചെയ്തതിന് മുമ്പ് ഓട്ടോക്ലേവിന് സെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദിസ് ഈസ് ദ കെയർ ഓഫ് റബ്ബർ ട്യൂബ്സ്. റിമൂവൽ ഓഫ് വേരിയസ് ഹോസ്പിറ്റൽ സ്റ്റെയിൻസ് ഫ്രം ദ ലിനൻ. ഇനി ലിനനിൽ നിന്ന് ഹോസ്പിറ്റലിൽ തന്നെ നിന്നും ഉണ്ടാകുന്ന സ്റ്റെയിൻസ് റിമൂവ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലഡ് സ്റ്റെയിൻ. ലിനനിൽ ബ്ലഡ് സ്റ്റെയിൻ ആയാൽ എന്താ ചെയ്യേണ്ടത്? യൂസ് കോൾഡ് വാട്ടർ ടു സോക്ക് ദ ബ്ലഡ് സ്റ്റെയിൻഡ് ഫാബ്രിക്. റബ് യൂസിങ് ഹെവി ഡ്യൂട്ടി ഡിറ്റർജൻറ്റ്. ലെറ്റ് ഇറ്റ് സിറ്റ് ഫോർ 5 to 20 minutes. ദെൻ വാഷ് ഇറ്റ് ഓഫ്. അതായത് ബ്ലഡ് സ്റ്റെയിൻ ആയ ഭാഗം കുറച്ച് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് നല്ലതുപോലെ വെറ്റാക്കിയതിന് ശേഷം ഹെവി ഡ്യൂട്ടി ഡിറ്റർജൻറ്റ്, ലിനൻ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ഹെവി നല്ല പവറുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം 5 to 20 minutes അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സെക്കൻഡ് വൺ, മെഡിസിൻ സ്റ്റെയിൻ. മെഡിസിൻ വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ക്ലിയർ ആൽക്കഹോൾ ഓർ സ്പിരിറ്റ് ആൻഡ് വാഷ് വെൽ. ആൽക്കഹോളോ സ്പിരിറ്റോ ആ ഏരിയയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. തേർഡ് വൺ, ഇങ്ക് സ്റ്റെയിൻ. മഷി പുരണ്ടാൽ എന്താ ചെയ്യേണ്ടത്? വെറ്റ് ദ സ്റ്റെയിൻ ഏരിയ വിത്ത് കോൾഡ് വാട്ടർ, സ്പ്രിങ്കിൾ സോൾട്ട് ആൻഡ് റബ് ലെമൺ ജ്യൂസ് ഓർ അപ്ലൈ അമോണിയ ആൻഡ് വാഷ്. അതായത് സ്റ്റെയിൻ ആയിട്ടുള്ള ഭാഗം തണുത്ത വെള്ളം കൊണ്ട് ആദ്യം കുതിർക്കുക. അതിനുശേഷം സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്യുക. ലെമൺ ജ്യൂസും ആ ഭാഗത്ത് റബ്ബ് ചെയ്യുക. ഇത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമോണിയ അപ്ലൈ ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം നല്ലപോലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഫോർത്ത് വൺ, ജെൻഷൻ വയലറ്റ് സ്റ്റെയിൻ. Soak the stained area with raw milk for several hours. Wash as usual. ഈ ജെൻഷൻ വയലറ്റ് വീണ ഭാഗത്ത് കുറച്ച് റോ മിൽക്ക് ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സോക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്.
Fifth one, iron stain. Rub the stain with lemon juice and pour kerosene. Wash with soap and water and dry in the sun. അപ്പോൾ അയൺ സ്റ്റെയിൻ എന്ന് വെച്ചാൽ തുരുമ്പ് പറ്റിയ ഭാഗത്ത് ലെമൺ ജ്യൂസും നല്ലതുപോലെ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കെറോസിനും അതിൻ്റെ മീതെ ഒഴിച്ച് നല്ലപോലെ അപ്ലൈ ചെയ്യാം. വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അതിനുശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിക്കളയുക. ഡ്രൈ ഇൻ ദ സൺ. വെയിലത്ത് ഉണക്കാനിടുക. Sixth one, കോഫി വീണാൽ എന്താ ചെയ്യേണ്ടത്? pour boiling water over stained area, then rub lemon boric powder over the stain and keep in sunlight. wash with soap and water. ഇനി കോഫി പുരണ്ട ഭാഗത്ത് കുറച്ച് ബോയിൽഡ് വാട്ടർ ഉപയോഗിച്ച് അത് നല്ലപോലെ വെറ്റാക്കുക. അതിനുശേഷം ലെമൺ ജ്യൂസും ബോറിക് പൗഡറും ആ സ്റ്റെയിൻ്റെ മീതെ ഒഴിക്കുക, റബ്ബ് ചെയ്യുക. കുറച്ച് സമയം സൺലൈറ്റിൽ വെക്കുക. അതിനുശേഷം സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. റിമൂവൽ ഓഫ് വേരിയസ് ഹോസ്പിറ്റൽ സ്റ്റെയിൻസ് ഫ്രം ദ ലിനൻ. ഇനി ലിനനിൽ നിന്ന് ഹോസ്പിറ്റലിൽ തന്നെ നിന്നും ഉണ്ടാകുന്ന സ്റ്റെയിൻസ് റിമൂവ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലഡ് സ്റ്റെയിൻ. ലിനനിൽ ബ്ലഡ് സ്റ്റെയിൻ ആയാൽ എന്താ ചെയ്യേണ്ടത്? യൂസ് കോൾഡ് വാട്ടർ ടു സോക്ക് ദ ബ്ലഡ് സ്റ്റെയിൻഡ് ഫാബ്രിക്. റബ് യൂസിങ് ഹെവി ഡ്യൂട്ടി ഡിറ്റർജൻറ്റ്. ലെറ്റ് ഇറ്റ് സിറ്റ് ഫോർ 5 to 20 minutes. ദെൻ വാഷ് ഇറ്റ് ഓഫ്. അതായത് ബ്ലഡ് സ്റ്റെയിൻ ആയ ഭാഗം കുറച്ച് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് നല്ലതുപോലെ വെറ്റാക്കിയതിന് ശേഷം ഹെവി ഡ്യൂട്ടി ഡിറ്റർജൻറ്റ്, ലിനൻ ക്ലീൻ ചെയ്യുന്ന നിങ്ങളും ഹെവി നല്ല പവറുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം 5 to 20 minutes അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സെക്കൻഡ് വൺ, മെഡിസിൻ സ്റ്റെയിൻ. മെഡിസിൻ വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ക്ലിയർ ആൽക്കഹോൾ ഓർ സ്പിരിറ്റ് ആൻഡ് വാഷ് വെൽ. ആൽക്കഹോളോ സ്പിരിറ്റോ ആ ഏരിയയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. തേർഡ് വൺ, ഇങ്ക് സ്റ്റെയിൻ. മഷി പുരണ്ടാൽ എന്താ ചെയ്യേണ്ടത്? വെറ്റ് ദ സ്റ്റെയിൻ ഏരിയ വിത്ത് കോൾഡ് വാട്ടർ, സ്പ്രിങ്കിൾ സോൾട്ട് ആൻഡ് റബ് ലെമൺ ജ്യൂസ് ഓർ അപ്ലൈ അമോണിയ ആൻഡ് വാഷ്. അതായത് സ്റ്റെയിൻ ആയിട്ടുള്ള ഭാഗം തണുത്ത വെള്ളം കൊണ്ട് ആദ്യം കുതിർക്കുക. അതിനുശേഷം സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്യുക. ലെമൺ ജ്യൂസും ആ ഭാഗത്ത് റബ്ബ് ചെയ്യുക. ഇത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമോണിയ അപ്ലൈ ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം നല്ലപോലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം. First one, prepare a chart on different methods of sterilization and disinfection. Sterilization and disinfectionനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ പറ്റിയിട്ട് ഒരു ചാർട്ട് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് കുറച്ച് ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. ഫസ്റ്റ് വൺ, റെഡ് ഹീറ്റ് ഈസ് ഡാഷ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ആൻസർ പറയാൻ ശ്രമിച്ചു നോക്കൂ. ആൻസർ, ഡ്രൈ ഹീറ്റ്. Second question, dash is the method of sterilization by steam under pressure. Answer, autoclave. Third question, dash is the process of removal of all kinds of microbes including its spores from the surface of objects. Answer, sterilization. ഇനി കുറച്ച് പഠിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. First one, differentiate between sterilization and disinfection, concurrent disinfection and terminal disinfection. Second question, describe different methods of sterilization and disinfection. Third question, write a short note on autoclave. Fourth one, write a short note on care of rubber goods. 3 questions നല്ല ഭംഗിയായിട്ട് പഠിക്കുക. Okay, thank you.